ആയി. വെറുതെ പറയണ ഇവള് കൈ പിടിച്ചതാ. Hello everyone, welcome back to my YouTube channel. ആരാ എന്നെ അറിയോന്ന് ചോദിച്ചേ? ടാറ്റയാ വന്നതേ പോവാണോ? നമുക്കൊരു ഇന്ന് മുതൽ നമ്മുടെ പുതിയ ആളാണ് നമ്മുടെ കുഞ്ഞുമറിയം. കുഞ്ഞുമറിയം മാത്രമേ ഇപ്പൊ നമ്മുടെ കൂടെയാണ് കേട്ടോ കുറച്ച് ദിവസത്തേക്ക്. എന്താന്നല്ലേ വിശേഷം? വിശേഷം കുഞ്ഞുമറിയത്തിന് ഒരു ഭാവിയും കൂടെ വരാൻ പോണു. എൻ്റെ അമ്മേ അത് തന്നെ കുഞ്ഞുമറിയത്തിന് ഇവിടെ കൊണ്ടാക്കി. വാ വാ അമ്മ കഴിക്കാൻ വാ. പാപ്പ മാമ പാപ്പ മാമ മിമ്മിയാണോ? മിമ്മി മിമ്മി അതെന്തോട്ട് നിപ്പത്? അമ്മാമ്മയുടെ കൂടെ ചെല്ലും. ഇതിലെ പൊക്കോ പോയി കണ്ടിട്ട് വരും. പൊക്കോ ചെല്ല്. മിമ്മി കാണിച്ചെല്ല് ഓടിച്ചല്ലേ. അമ്മേ അതിന് മിമ്മി കാണിച്ചു കൊടുക്കും. മിമ്മി ഇതാണോ മിമ്മി കാണിച്ചത് അമ്മമ്മ? വാവയ്ക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ ചെയ്തത് ഇച്ചാനാണ് കേട്ടോ. നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചു. മിക്സായിട്ടൊക്കെയാണ് ചെയ്തത്. അത് കഴിച്ച് നേരെ ഞാൻ കോളേജിലേക്ക് വിട്ടു. കോളേജ് എത്തി അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കൂടുതൽ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയായി. അപ്പോൾ അതിനിടയിൽ റെഡി ആയതും ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്ക് എത്തി. എന്താണ് ഇങ്ങനെ വരണേ? അച്ചടാ അമ്മയുടെ പൊന്നെ ചേച്ചി പോയിട്ട് വന്നപ്പോ ഇവിടെ ഉണ്ട്. ഞാൻ കോളേജിൽ പോയ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ബിക്കോസ് ഭയങ്കര തിരക്കായിരുന്നു. ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടൈം വൈകി. ഞാൻ വേഗം റെഡിയായി ഓടി. അപ്പൊ എന്റെ കൊച്ച് എന്റെ വിട്ടോ കൊച്ചിവിടെ മമ്മൂടിക്കാനല്ലേ. ഒരു ഹായ് പഞ്ഞേ. അപ്പൂസാണ് കൊച്ചിന് എത്ര നേരം നോക്കിയേ. ഹാൻഡ് ഓവർ ചെയ്തു. ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തു. ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തായിട്ടില്ല. ഈവനിങ് ഡ്യൂട്ടിയാണ് എന്റെ. രാവിലെ അവനെ 8 മണി വരെ ഞാൻ വിട്ടു. കൊച്ചിനെ നോക്കണം അവൻ എണീറ്റില്ല. കള്ളൻ 10 മണി കഴിഞ്ഞിട്ട് അവൻ എണീറ്റ് വന്ന്. അല്ല ഞാനൊന്ന് വൈകി പോവാൻ. ഇസന്നെ ചവിട്ടി കൂട്ടു. ഇസ ആദ്യം മമ്മിക്ക് 7 ഇഞ്ചക്ഷൻ. പപ്പ അമ്മയില് എന്താ കറി? ചെമ്മീനൊക്കെ ഉള്ളതാണോ? വേണ്ട അവനോടുക്ക്.
ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയി. കൊച്ചിനെ ഉറക്കിയ സമയത്ത് ഞാനും കൂടെ ഉറങ്ങിപ്പോയി. പക്ഷെ അതിനിടയിൽ ഞാനൊരു പ്ലാൻ ഇട്ടായിരുന്നു ലുലു പോകാനായിട്ട്. അത് സത്യം പറഞ്ഞാൽ മറന്നു. ഇപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം അങ്ങനെ ഉറങ്ങിപ്പോവും. ചില ദിവസം എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ആവും എഴുന്നേൽക്കാനായിട്ട്. അങ്ങനെ പിന്നെ വിളിച്ച് എഴുന്നേറ്റ് റെഡിയായി ലുലു പോകാനായിട്ടായിരുന്നു ബാക്കിയത്തെ പരിപാടികളല്ല. അപ്പോൾ കൊച്ചിനെ എന്തായാലും കൊണ്ടുപോകുന്നില്ല. അത് കാരണം അവളെ ഞാൻ ഇനിയിപ്പിക്കുന്നില്ല കേട്ടോ. അവൾ അതേപോലെ തന്നെ കിടത്തി ഉറക്കി ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. പാവം. കയ്യിലെന്താ? എന്തിനാ? എവിടെ കൊണ്ടുപോവാ? മാത്രം മതി എനിക്ക് ജീവിക്കാൻ. ശരി. മഞ്ഞക്കിളിയുടെ പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ. നല്ലതാണോ? പോവാം. ഇതന്നെ മേൽത്തിളങ്ങണേ. ഡ്രസ്സിൻ്റെയാ? ഡ്രസ്സ് എവിടെ നിന്നാണ് ചോദിക്കുക? എവിടെ നിന്നാണ് ഡ്രസ്സ്? ഹൽദിക്ക് പോകണം. ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കുർത്തി, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എനിക്കത് എങ്ങനെയാണ് എക്സാക്ട്ലി പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. അത് നോക്കിയിട്ട് മതി. വിക്സോ എന്നൊക്കെയാണ്. എനിവേസ് വേണ്ട, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അവർക്ക് UAE അതുപോലെ തന്നെ പിന്നെ എവിടെയാ കേരളത്തിൽ അങ്ങനെയൊക്കെ ഡെലിവറി ചെയ്യുന്നതാണ്. അവിടെയും ഉണ്ട് അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ബൈ. ഷോൾ അവിടെ ചെന്നിട്ട് ഇടാം. അതെന്താ അത്? ഞങ്ങളൊന്ന് മാച്ചിങ് നോക്കിയിട്ടതല്ല. ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ആള് യെല്ലോ ടീഷർട്ട് ഇട്ട് വരുന്നത് കാണുന്നത്. വാട്ട് എ കോയിൻസിഡൻസ്. കൈ കണ്ടില്ല എന്ന് ഓർത്തിട്ടാണോ കൈ ഇങ്ങനെ കാണിക്കുന്നത്? ഇതെന്ത് പറ്റിയാന്ന് വെച്ചാ, ഷിപ്പിലായിരുന്ന ടൈമിൽ എവിടെയോ കൊണ്ട് കൈ ഇടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ മൈനസ് ആണല്ലോ ഇതാ ടെമ്പറേച്ചറൊക്കെ. അപ്പം അത് കാരണം കൊണ്ട് ആളൊന്നും അറിഞ്ഞില്ല. വേദന അങ്ങനെ പോയി. നാട്ടിലെത്തി കുറേ ആയിട്ട് വേദന അങ്ങ് കുറഞ്ഞില്ല, കൂടി വരിക. അങ്ങനെ ഒരു 2 മാസത്തോളം കൈ ഡോക്ടറൊന്നും കാണിക്കാതെ വെച്ചു. ഇപ്പം ചെക്കപ്പ് ചെയ്തപ്പോൾ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു. അതങ്ങനെയായിരുന്നു. അവിടുത്തെ ഫ്ലൂയിഡൊക്കെ പോയി. എടാ ഇല്ല കേട്ടാ, ഇതാണ് സംഭവം. എന്നിട്ട് ഇനി അത് പറയാനും അതിൻ്റെ കൂടെ കുറവുള്ളൂ. എനിക്ക് കമന്റ്സ് എനിക്ക് വയ്യതൊന്നും കേൾക്കാൻ. എന്നിട്ട് ഡോക്ടർ പാവത്തിന് ഇങ്ങനെ ഒരാഴ്ച പ്ലാസ്റ്റർ ഇടാൻ കൊടുത്തേക്കുക. അത് വെച്ച് ഞാൻ വണ്ടി ഓടിപ്പിക്കുന്നൊന്നും ആരും വിചാരിക്കരുത്. വണ്ടി എനിക്ക് ഓടിക്കാൻ തരുന്നില്ല ഗൈസ്. ഇവൻ പാരയാണ്. വീഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവൻ പാരയാണല്ലോ. ഉണ്ടല്ലോ. ഓക്കെ, ഞങ്ങളങ്ങനെ ലുലു ഇറങ്ങി. പാവം മോളെ അവിടെ കിടത്തി, നമ്മുടെ കുഞ്ഞുമറിയത്തിനെ അവിടെ കിടത്തി ഉറക്കിയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഞാനുള്ള ടൈമിലാണ് എൻ്റെ കൂടെ കുറേ നേരം കളിച്ചിരുന്നോളും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ കൂടെ കുറേ നേരം ഇരുന്നോളും അത്. പിന്നെ ഞാൻ ഇല്ലാത്ത ടൈമിൽ അപ്പൂസ് മമ്മി ഒക്കെ ഹാൻഡിൽ ചെയ്തോളും. വലിയ സീനൊന്നുമില്ല, ആളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആളുടെ മമ്മീനെ കാണുമ്പോൾ കുറച്ച് ഇടച്ചിലാണെന്ന് മാത്രം വാശി കൂടുതൽ അവൾക്ക്. പൊതുവെ അമ്മമാരുടെ അടുത്ത് മക്കൾക്കൊരു ഇതുണ്ടാവുമല്ലോ, അതിന്റെ വാശിയും കാര്യങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ എൻ്റെ കൂടെ ഇപ്പൊ 4ാമത്തെ ദിവസമാണ്. ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. രാവിലെ 6 മണിക്ക് സ്വിച്ച് ഇട്ടാവല്ലോ. എന്റെ ഡോറിന് അവിടെ ഒരു ബെല്ലുണ്ടോ? ഓക്കെ, നല്ല മഴക്കാരും ഉണ്ട്. മഴയായിരിക്കും. എന്റെ അടിപൊളി. മഴക്കാരിങ്ങനെ മൂടിയിരിക്കുക. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ ദിവസം ഇങ്ങനെ നിക്കണ പിന്നെ പെയ്യണം.
ഇതാണോ പറയാനുള്ള? അല്ല മഴക്കാലത്ത് കണ്ടിട്ട് എന്റെ അമ്മ ഇവിടേക്ക് വരുന്നവരും ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുക. പെയ്യായിരിക്കും. നല്ലൊരു അടിപൊളി മഴ പെയ്യണം. കാലം തുള്ളികളല്ല, ഭയങ്കര വലിയ വലിയ തുള്ളികൾ, മഴത്തുള്ളികൾ. ഈ അവസരത്തിൽ ഞാൻ താങ്കളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? റൊമാൻറ്റിക് ക്വസ്റ്റ്യൻ. അയ്യേ, റൊമാൻറ്റിക് ക്വസ്റ്റ്യൻ ഒന്നല്ല. ഇപ്പഴല്ലായിരുന്നു എടുക്കണ്ടേ, രുചി വന്നപ്പോ. അതെടുത്തിട്ട് കാണിച്ചു. ഓ മൈ ഗോഡ്, കണ്ടു. അടിപൊളിയല്ലേ? അടിപൊളിയാ. അവിടുന്നേ വേണ്ടായിരുന്നു. സാരില്ല, ഇത്ര കിട്ടിയത് കിട്ടി. അതിന്റെ അടിയക്കോടെ എന്നോടൊക്കെ എന്താ ചോദിക്കണേന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ. അങ്ങനെ ഇപ്പൊ ഞാൻ പറയണില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എന്റെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്യ്. വായം കൊണ്ട് പ്ലേ ചെയ്താ മതി, പറഞ്ഞോളൂ. ഈശോയെ, നീ ഇത് ഓർക്കട്ട. അത്ഭുതമുള്ള, ഞാൻ ഓർക്കാറേ ഇല്ല കേട്ടോ അത്. അത് ചീറ്റി. എന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ? ഞാനൊക്കെ കുറെ പറഞ്ഞു. എന്ത് ക്വാളിറ്റി എന്താ? മറ്റേ എനിക്ക് കേൾക്കണ്ട, ലവബിൾ ആണ്, മറ്റേ കെയറിങ് ആണ്, അതാണ് ഇതാണ്, അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാ എന്റെ ക്വാളിറ്റിയാണ്, അല്ലാണ്ട് നിനക്ക് ഞാൻ തരുന്നതോ ഭയങ്കര സ്മാർട്ടാണ് നീ. ഇപ്പൊ എന്താ പറയാ, ടീച്ചിങ് ഇതിലേക്കൊക്കെ വന്നിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു അപ്രീസിയേഷൻ തരണം അതിന്. നല്ല ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയില്ലല്ലോ. ഇല്ല, ഞാൻ ആ മറ്റേ ഓൺലൈൻ ക്ലാസ്സസ് ജസ്റ്റ് കണ്ടിരുന്നു നീ എടുക്കുന്നത് റൂമിൽ വെച്ചിട്ട്. നല്ല ക്വാളിറ്റി ഇല്ലേ? ആസ് എ പേഴ്സൺ എന്താണ് ഏറ്റവും നല്ല ക്വാളിറ്റി? ഞാൻ പറയണോ? പറയണം. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കളെ? ആലോചിക്കാണോ? ക്വാളിറ്റി ഇല്ല, അതാണ് അവനൊന്നും പറയാ. ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതെന്നാ പറഞ്ഞ, ക്വാളിറ്റി ഉണ്ട്. അല്ലെങ്കിൽ എനിക്കിപ്പൊ സങ്കടം വരും. നീ നല്ല കുട്ടിയല്ലേ, അതിലെല്ലാം ഉണ്ട്. പാടുന്നു കാര്യായിട്ടും. ഞാനിത് ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇതിലൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ബൈ. പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി മഴ കിട്ടി. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോരാത്ത മഴയായിരുന്നു. ലുലു പോകുന്ന വഴിക്കായിരുന്നു ഞങ്ങൾക്ക് മഴ കിട്ടിയത്. ലുലുവിൽ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. സോ ലുലു പോയിട്ട് ഞങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ചെറിയ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ ഞങ്ങൾ പോയത് റെസ്റ്റോ കഫേയിലേക്കാണ്. നൈറ്റായി ഏകദേശം. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഒരു കഫേ. എന്താ പറയുക, ഇവിടുത്തെ ഒരു ആംബിയൻസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എനിക്ക് അത്രയും പേഴ്സണലി അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഞങ്ങൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു വീക്കിൽ തന്നെ ഒരു 3-4 തവണയെങ്കിലും ഞങ്ങൾ ഈ റെസ്റ്റോ കഫേയിൽ പോയിട്ടുണ്ട്. ഇത് ഒരുപാട് നാളായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ ഈ ഒരു കഫേ ഇപ്പോഴാണ്, ഈ അടുത്ത് തന്നെയാണ് എൻ്റെ കണ്ണിൽ വിടുന്നത് കേട്ടോ. അതിന് മുന്നേ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ അങ്ങനെ അധികം തോന്നിയില്ല, അങ്ങനെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ശരിക്കും പറയാം. അപ്പം ഇപ്പം എന്താണെങ്കിലും ഞങ്ങൾ കയറി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് അവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ആംബിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത് ഒറിജിനൽ മഴയല്ല, ഇവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ വെള്ളമൊക്കെ വീഴുന്നത് 4 കെട്ടിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുന്നത് അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ കഴിച്ചത് അൽഫാമും കാര്യങ്ങളൊക്കെയാണ്. കാരണം രാത്രി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് പയ്യെ അവിടെ നിന്നൊരു ചായയും എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. കുഞ്ഞുമറിയ എന്താണെങ്കിലും അവിടെ നല്ല വാശി പിടിച്ച് കരയാണെന്ന് മമ്മി ഇടയ്ക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു. കാരണം അവളിപ്പോൾ കൂടുതലും അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എൻ്റെ അടുത്ത് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ഈ ഒരു കുട്ടി റോബോനെ ഇച്ചായ വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ്. ഏത് സൈറ്റിൽ നിന്നാണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. എപ്പോഴും അവൻ വാങ്ങിയതാണ്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്. ഇങ്ങനെ 3-4 മോഡ്സിൽ നമുക്ക് കളർ സെറ്റ് ചെയ്ത് വെക്കാം. ഗ്രീൻ, ബ്ലൂ, റെഡ്, ഒരു പർപ്പിൾ കളർ. കൊച്ചിനെ ഉറക്കിയിട്ട് പോയി വന്നതിന്റെ വാശി കൊച്ചിന് കൊറേ കരഞ്ഞു അല്ലപ്പാ. സന്തോഷമായ എന്നെ ഉറക്കോ? എന്നെ ഉറക്ക്, എന്നെ ഉറക്ക്, എന്നെ ഉറക്ക്. എന്നെ ഉറക്ക്, എന്നെ തട്ടി ഉറക്കുന്നില്ല. എന്നെ കൊച്ചെവിടെ? എന്റെ കൊച്ചെവിടെ? എന്റെ കൊച്ചെവിടെ? ഓ കിളിയായിട്ട് തന്നെ എന്നെ അവിടുന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യിപ്പിക്കുകയാണ്. എല്ലാവരോടും ഗുഡ് നൈറ്റ് വരാം. ടാറ്റാന്ന് പറയാം. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടാറ്റാ, ബൈ ബൈ, see you. ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുന്നു. ടാറ്റാ. ടാറ്റ. അവിടെ നിന്ന് ഒരാളുടെ കൂടി സൗണ്ട്. മണി 12 ഉറങ്ങാത്ത പൂച്ചേനെ പിടിച്ചേക്ക. ബൈ ഗൈസ്.